വടകരയിൽ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വർഗീയ ധ്രുവീകരണ പ്രവർത്തനം അവർക്ക് അതിലൂടെ ജയിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി സംഘടിപ്പിച്ച ഒന്നാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ UDFകാരാണ് എന്നുള്ളത് വ്യക്തമാണ്. LDFിൻ്റെ സ്ഥാനാർത്ഥി സഖാവ് ശൈലജ ടീച്ചർക്കെതിരായിട്ടാണ് അശ്ലീലപരവും വർഗീയവുമായ പ്രചാരണ പ്രവർത്തനങ്ങൾ അവർ സംഘടിപ്പിച്ചത്. അതിന് പ്രത്യേക ടീം തന്നെ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് എത്തിച്ചേർന്ന് അവിടെ സ്ത്രീവിരുദ്ധ പ്രചരണം മാത്രമല്ല അശ്ലീല പ്രചാരവേദിയും അതൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ആണ് ആദ്യം UDFകാർ പറഞ്ഞിരുന്നത്. എന്നാൽ അതിനുശേഷം അവിടെ UDFിൻ്റെ ഭാഗമായിട്ട് ചേർന്ന യോഗത്തിൽ RMP നേതാക്കൾ നടത്തിയ പ്രസംഗം അവരുടെ പൊതുവായ രാഷ്ട്രീയ മുഖം ഒരിക്കൽ കൂടി ആളുകൾക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. അതിനെതിരായി വലിയ ജനരോഷം തന്നെ ഉയർന്നു വരികയുണ്ടായി. ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നവർക്കെതിരായിട്ടുള്ള നിലപാട് UDFിൻ്റെ സ്ഥാനാർത്ഥിയും UDFും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അവിടെ ഒരു വർഗീയ സംഘർഷ പശ്ചാത്തലം നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. CPIയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒരു ജനകീയ ഐക്യം നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നല്ല ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതിവിപുലമായ ക്യാമ്പയിൻ വർഗീയ അസ്വസ്ഥത ഇല്ലാതാക്കാൻ, മതസൗഹാർദ്ദം നിലനിർത്താൻ എല്ലാവരും ചേർന്ന് ഈ വർഗീയ വിദ്വേഷത്തെ ഫലപ്രദമായിട്ട് ചെറുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. പാർട്ടി പ്രവർത്തകരും സഖാക്കളും അനുഭാവികളുമെല്ലാം വളരെ കരുതലോടുകൂടി ഒരു വർഗീയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള UDFിൻ്റെ ശ്രമത്തെ മതനിരപേക്ഷതയിലൂന്നി ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനാവണം. അതിന് സഖാക്കൾ മുന്നിട്ടിറങ്ങണമെന്നാണ്. ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പിൻ്റെ വിധി വന്നാലും ജാഗ്രത കൈവിടാതെ പഴയകാല അനുഭവങ്ങളുണ്ട് ഈ വടകര നിയോജകമണ്ഡലത്തിൻ്റെ പല ഭാഗത്തും. അതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി ചർച്ച ചെയ്തത്. ഒരു തരത്തിലുള്ള സംഘർഷവും ഇല്ലാതിരിക്കുന്നതിന് പാർട്ടി പ്രവർത്തകരും സഖാക്കളും മുൻകൈയെടുക്കണം എന്ന് വ്യക്തമാക്കിയിരിക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് ഈ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്.